संभाल के। ഇതൊക്കെ എവിടുന്ന ഉണ്ണിയെ? കാർലോസിന്റെ തന്നെ ബാവ ബാവ കഴിക്കേ. കാർലോസ് ഇന്ന് രാത്രി വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമോ കാർലോസിനോ? നാളെ രാവിലെ ഈ ഗ്രാമം ഉണ്ടോമെന്ന് അറിയില്ല. ഈ പാവത്തിനും കൂടി ഇപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കുഞ്ഞെ ആകുമെങ്കിൽ എന്തെങ്കിലും ചെയ്യേ. അപ്പു എന്താ വാ. ഒന്ന് പൊട്ടിച്ചേടാ മോനെ. ഞാൻ വന്ന വിവരം എല്ലാരും ഒന്ന് അറിയട്ടെ. किधर है वो? कन्नन नायर किधर है? बताओ, उसका चौपड़ा कौन सा है? एक बार फिर पूछता हूँ, कहाँ है वो? नहीं बताओगे तुम लोग? കൊടുത്തടാ അങ്കപ്പ ഒരു സൈഡിൽ നിന്ന്. ഹലോ അപ്പച്ചാ, ഞാനാണ് മോളി. നീ എവിടുന്നാ മോളെ സംസാരിക്കുന്നത്? അപ്പച്ചാ, ഞാൻ കണ്ണൻ, കണ്ണൻ നായർ. തന്റെ മകൾ എന്റെ കസ്റ്റഡിയിലാണ്. ശബ്ദിക്കരുത്. പറഞ്ഞു നിൽക്കാൻ സമയമില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. നിർത്താൻ പറയൂ. നിന്നെ ഞാൻ നിർത്താൻ പറയണോ? അയ്യോ അപ്പച്ചാ, എന്റെ കുഞ്ഞിന് രാജ തങ്കപ്പ വെള്ളം ഒഴിക്കടാ. കത്തിക്കണ അവിടെ. വെള്ളം ഒഴിക്കടാ, വെള്ളം ഒഴിക്കേ. ആ ഒഴിക്കേ. ഹലോ, ഞാനാണ്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. നിനക്കെന്നെ അറിയില്ല. വരട്ടാതടോ. താൻ അവിടെ കാണണം. ഞാനിതാ വരുന്നു. എന്റെ മകളെ കൊണ്ടുവരണം. ഇല്ല, നാളെ നേരം വെളുത്തേ അവള് വരൂ. പക്ഷെ നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് തമ്മിലൊന്ന് കാണണം. കൂട്ടത്തിലുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കൂ. ഒറ്റയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. ആരും തന്നെ ഒന്നും ചെയ്യില്ല. എന്റെ മകൾ എല്ലാരും പൊയ്ക്കോടാ. നീയും പൊയ്ക്കോ. പൊക്കോ. ഓ ആ
എവിടെ എന്റെ മോള്? എന്റെ മോളെ പറ. ഉം. നിനക്ക് എന്റെ മോന്റെ പ്രായമുള്ളൂ. പിള്ളേര് കളി കളിക്കരുത്. ആള് പേരറിഞ്ഞ് കളിക്കണം. ചന്ദ്രപ്പ, ചൗധരി, ചന്ദ്രപ്പൻ, ചൗധരി. ഇവൻ കരിക്ക് വിറ്റ് ജീവിക്കുന്നു. ഇവന് മുച്ചിട്ട് കളി. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുടിലുകളാണ്. നഷ്ടപരിഹാരം കൊടുക്കണം. കൊടുക്കണോ? എണ്ണൊന്നും വേണ്ട, കൊടുക്കണം. പാവത്തങ്ങളും സൂഹിക്കട്ടെ. വാങ്ങിച്ചോ, നമ്മുടെയൊക്കെ കാശ് തന്നെ. മുഖാമുഖം കാണാനുള്ള ഒരു അവസരം കാത്തു നടക്കുകയായിരുന്നു ഞാൻ. നിന്റെ ഭാഗ്യത്തിന് അത് ഇത്ര ആൾക്കാരുടെ മുമ്പിലായി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാനുള്ള ഒരു അവസരം ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. മകൾ രാവിലെ വീട്ടിൽ വരും. ഇന്ന് രാത്രി അഭ്യാസത്തിനൊന്നും മുതിരരുത്. പൊയ്ക്കോളൂ. കണ്ണ, എന്താ കുഞ്ഞി ഇതൊക്കെ? ഒരു തമാശ. വിനു, അന്ന് നിനക്ക് ഞാൻ വാങ്ങിച്ചെന്നൊരു സാരിയില്ലേ, ചുവന്ന, അതൊന്ന് വേണം. എന്തിനാ കണ്ണേട്ടാ? ഒരാവശ്യമുണ്ട്. എന്റെ മോളെ താൻ കൊലയ്ക്ക് കൊടുക്കൂടൂ. കെട്ടിക്കാൻ പ്രായമായ പെണ്ണ. എന്റെ ഒടേതമ്പുരാനെ, ഈ നാട്ടുകാരെങ്ങാണ് ഇത് അറിഞ്ഞാനുള്ള അവസ്ഥ. ഇത് ഞാൻ എന്നതാ ഒന്നും മിണ്ടാത്തെ? ഓടിയപ്പുറത്ത്. എന്റെ മോളെ, അവന്മാര് നിന്നെ ഉപദ്രവിച്ചോ മോളെ? പറയടി, അവന്മാര് വല്ല പോകൃത്തരം കാണിച്ചോന്ന്. ഈ സാരി എവിടുന്ന? അവര് തന്നതാ. വാ മോളെ. I'm sorry. Sorry. Really sorry. Sorry. It's all right. നിൽക്കൂ. നിങ്ങൾ ജയന്തി? അതെ. നിങ്ങൾ? നിങ്ങൾ പറഞ്ഞാൽ അറിയും, പക്ഷെ കണ്ടാൽ അറിഞ്ഞൂടാ. എനിക്കല്ല, ജയന്തിക്ക്. പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പരിചയപ്പെടാൻ ഒരു അവസരം കാത്തു കിടക്കായിരുന്നു ഞാൻ. പക്ഷേ അതിങ്ങനെയാവുമെന്ന് ഞാൻ കരുതിയില്ല. എനിവേ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഇതൊരു ക്രിയേറ്റഡ് ഇൻസിഡന്റ് അല്ല കേട്ടോ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ കണ്ണൻ, കണ്ണൻ നായർ. കണ്ണൻ നായർ? ആ, യെസ്, കള്ളൻ. അന്ന് ജയന്തിയുടെ ഫാക്ടറിയിലെ ഷുഗർ യു. കൊള്ളാം, നല്ല തുടക്കം. അല്ല, ക്രിയേറ്റഡ് ഇൻസിഡന്റ് അല്ലാന്ന് പറഞ്ഞു. അതൊക്കെ ചുമ്മാ സാറേ, ഒന്നും മുട്ടിക്കിട്ടാൻ. അവള് ബ്യൂട്ടി പാർലറിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തുടങ്ങി. ബ്യൂട്ടിയൊക്കെ ചെയ്ത് പുറത്തിറങ്ങുന്നവരെ ഞങ്ങൾ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നു. ഉള്ളത് പറയാമല്ലോ, അവൾ ഏത് കോർണറിൽ കൂടെ ഇറങ്ങി വന്നാലും എങ്ങനെ മുട്ടണമെന്ന് തലേ ദിവസമേ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് മൂവ്മെന്റ്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അന്നേ ഞങ്ങൾക്കറിയാമായിരുന്നു നീ ബെറ്റർ സ്മഗ്ലറാണ്. പക്ഷേ അതിലും നല്ല നടനാണ്. താങ്ക് യു സർ. പക്ഷേ വളർച്ചയുടെ പടവുകളിൽ എവിടെയെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കണമെന്ന് തോന്നും സാർ. അത് ഇല്ല, ആർക്കാണെങ്കിലും തോന്നും. പക്ഷെ തോന്നരുത്. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഏതായാലും ഈ ബന്ധം വിടണ്ട. ജയന്തിയെ നീ കയ്യിലെടുത്താൽ കാർലോസിന്റെ എല്ലാ കൈകളും തകരുമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു കൈ തളരും. തളർത്തണം. കീപ് ഇറ്റ് അപ്പ്. ഒരു കള്ളനാണേ.
Cheers. നമ്മുടെ സുഹൃത്ത് ബന്ധത്തിന്റെ ദീർഘായുസിനും ദീർഘായുസിനും ഹേമദണ്ഡവും ആക്സിഡൻസും പരസ്പരം കാലുവാരലും ഒന്നുമില്ലാതെ സ്മൂത്തായ പ്രോഗ്രസിന് വേണ്ടി, കൂടാതെ ജയന്തിക്കുട്ടിയുടെ ദീർഘായുസിനും സൗന്ദര്യത്തിനും വേണ്ടി ചിയേഴ്സ്. ജയന്തിക്കുട്ടിയോ? അതെ, എന്താ? യു ആർ ടു ഫാസ്റ്റ്. ഇത്ര വേഗമോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അറിയാം. എത്ര ക്ലാസ് പഠിച്ചു കണ്ണൻ? അങ്ങനെ 8, 9. ജന്മസിദ്ധമായിരിക്കും, അതോ അനുഭവ പരിചയമോ? അല്ല, ഞാനതിന് തെറ്റെന്തെങ്കിലും? സൈക്കോളജി അറിയാല്ലേ? പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം. ഹേയ്, എന്താ അങ്ങനെ പറഞ്ഞ? എന്നെ കുട്ടിയെന്ന് വിളിച്ചാൽ ഞാനെന്നല്ല, ഏത് പെണ്ണും, ഇനി അവൾ ഡോക്ടറേറ്റ് കിട്ടിയവളാണെങ്കിലും അക്ഷരാഭ്യാസം ഇല്ലാത്തവളാണെങ്കിലും രണ്ടുപേരും സൂഹിക്കുന്ന ഒരുപോലെയാ. എനിക്ക് സൂഹിച്ചു കേട്ടോ. യു ആർ ടു ഫാസ്റ്റ്. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. കം ഓൺ. ഒരു പുതിയ ബിസിനസ് റിലേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. കണ്ണനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാണ്, വീട് കാണിക്കാൻ. കള്ളി, നീ എന്നെ തറ പറ്റിച്ചു കളഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അതിനിത്ര പരിഭ്രമിക്കുന്ന എന്തിനാ? എന്തോ പറഞ്ഞ പോലെ തോന്നി. തോന്നിയോ? ശരിക്കും? യെസ്. എങ്കിലത് വെറും തോന്നലായിരിക്കും. അല്ല ചായ, ഞാൻ അന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്താ? സാധാരണ പോലെ അല്ല ഇപ്രാവശ്യം. ഇത്രയും ചരക്ക് ഒന്നിച്ചെടുക്കുന്നു. ആ, എവിടെയോ ഒരു യുദ്ധം മണക്കുന്നു കുഞ്ഞെ. അകത്തും പുറത്തും എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കിട്ടല്ലേ കുതിരകയറ്റം. ഈ നേവി പരേഡും ബഹളവും ഒക്കെ തുടരുമെന്നാ കേട്ടത്. ഇവിടുന്നല്ല, അങ്ങ് മോളിന്ന്. ഇന്ന് പരേഡില്ല. ഇതുപോലെ ആണ്ടിന് സംക്രാന്തിക്ക് ഇനി ഒരു ഗ്യാപ്പ് ഒത്തു കിട്ടത്തുള്ളൂ. ഒത്തു കിട്ടുമ്പോ പരമാവധി അക്കരെ കടത്താവെന്ന് ഓർത്താ. അതല്ലേ കാശിന് ഞാൻ കുഴഞ്ഞു പോയത്. ശരിയാണല്ലോ അല്ലേ? അച്ചായം കൊണ്ട് തരുന്ന പണം എണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ. ബിസിനസ് ഈസ് ബിസിനസ്. സമിച്ച ഞാനും കുറച്ച് ബുദ്ധിമുട്ടി. ഓ, നിനക്കെന്ത് കണ്ടിട്ടാ ബുദ്ധിമുട്ട്? 1.5 പഞ്ചസാരയും നവസാരയും ഇന്ദുപ്പും ഒക്കെ ഇട്ടല്ലേ നീ ഇത് മാറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം തരണേലേ, അതിനടുത്ത തുകയുടെ റോ മെറ്റീരിയൽസ് ഞാനും വാങ്ങി വെക്കണം. അല്ലാതെ പഞ്ചസാരയും നവസാരവും ഒന്നും ഇട്ടാ ഈ സാധനം ഉണ്ടാകത്തില്ല ചായ. ആ, നോക്കാം. വേഗം കേട്ടാവേ. कोई अपनी जगह से नहीं हिलेगा. वी आर फ्रॉम एंटी नार्कोटिक डिपार्टमेंट. हमें खबर मिली कि इधर नशीली दवाओं का निर्माण चल रहा है, जैसे कि ब्राउन शुगर. हमें चेक करना होगा. जल्दी करो, हरी अप. Come on, get down. Get down.